ഉമ്മൻചാണ്ടിയോടില്ലാത്ത ബഹുമാനം, ഉമ്മൻചാണ്ടിയെ ഏത് രൂപത്തിൽ അപമാനിച്ചു എന്ന് വാർത്താ സമ്മേളനം നടത്തി ഇവിടെ അപമാനിച്ച് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതില്ലാത്ത ബഹുമാനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കോൺഗ്രസിനോട് കാണിക്കുമെന്ന് കരുതാൻ ഇവിടെ ജനങ്ങൾ വിഡ്ഢികളല്ല. അപ്പോൾ ഈ വിഷയം പരമാവധി ഉപയോഗിച്ചു. ഇനി ഉപയോഗിക്കാൻ പറ്റുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് അടുത്ത ദിവസം നമുക്ക് നോക്കാം. നാളെ കഴിഞ്ഞ് മറ്റന്നാളായിരിക്കാം അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ നാളെ കോടതി എടുക്കുന്ന നിലപാടും പ്രധാനമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, പോലീസിനെ പ്രോസിക്യൂഷൻ ഇന്നലെ കോടതിയിൽ കൊടുത്തിരിക്കുന്ന വാദമുഖങ്ങൾ അനുസരിച്ച് ബലാത്സംഗം ആണ് പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത്. രണ്ടാമത്തത് ഈ പറഞ്ഞ നിർബന്ധിത ഗർഭചിത്രം, അതിന് തെളിവുകൾ പ്രോസിക്യൂഷന് മുന്നോട്ട് വയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയത് തന്നെയാണ്. അതിൽ പോലീസിന് ആ കാര്യത്തിൽ അഭിമാനിക്കുകയും ചെയ്യാം. പക്ഷേ ബലാത്സംഗം എന്ന വാചകം കോടതി ഏറ്റെടുത്തിട്ടില്ല. മാത്രമല്ല ഹാബിച്വൽ ഒഫൻഡർ എന്ന പ്രോസിക്യൂഷന്റെ വാദവും കോടതി ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. നാളെ ഹൈക്കോടതി എടുക്കുന്ന നിലപാട് പ്രധാനമാണ്. കാരണം ബലാത്സംഗം നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. കൺസെൻഷ്യൽ ബന്ധമായിരുന്നു എന്ന് പറയുന്നു. ആ രൂപത്തിൽ അയാൾക്ക് അത് തെളിയിക്കാൻ പറ്റുമോ എന്നുള്ളതൊരു ആശങ്ക അവിടെ നിൽക്കുന്നു. അപ്പോഴും നിർബന്ധിത ഗർഭചിത്രം എന്ന വിഷയം, അതിനെ കോടതി എങ്ങനെ കാണുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിയമത്തെ വെല്ലുവിളിച്ച് ജനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ക്രിമിനൽ ഇപ്പോഴും ഒളിച്ചു കഴിയുന്നത് എല്ലാവർക്കും നാണക്കേടാണെന്നേ. ഇവിടുത്തെ പോലീസ് സംവിധാനത്തെ നാഴിക്ക് 40 വട്ടം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സംവിധാനമാണ് ഇവിടെയുള്ളത്. ഇതിൽ സി പി എം പോയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. സി പി എമ്മിന് ഉത്തരവാദിത്തം ഉള്ളത് ഇതിൽ ഇനിയുള്ള പ്രതികരണങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. സർക്കാർ സി പി എമ്മിൻ്റെ ആണല്ലോ, സി പി എമ്മിൻ്റെ സർക്കാരല്ലേ ഭരിക്കുന്നത്. അപ്പോൾ സർക്കാരിനെ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സർക്കാരിന് നേർക്കുണ്ടാവും.